പ്രിയ സുഹൃത്തുക്കൾ എല്ലാവർക്കും ഒരു നല്ല നമസ്കാരം. കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ നേരിട്ട് കാണുന്നത്. സോ ISLന്റെ 2023-24 സീസണിലെ ശേഷിക്കുന്ന മത്സരങ്ങളുടെ ഫിക്സ്ചർ പുറത്തായി കഴിഞ്ഞു, പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. ഇന്നാണ് പബ്ലിഷ് ചെയ്തത്. കേരള ബ്ലാസ്റ്റേഴ്സ് ഫെബ്രുവരി 2-ാം തീയതിയാണ്, നമ്മുടെ പ്രിയപ്പെട്ട ടീം കേരള ബ്ലാസ്റ്റേഴ്സ് ഫെബ്രുവരി 2-ാം തീയതിയാണ് ഈ ISLന്റെ ഈ സീസണിലെ ഫേസ് 4 നാലാമത്തെ ഫേസിലെ ലാസ്റ്റ് ഫേസിലെ ആദ്യ മത്സരം കളിക്കുന്നത്. ഓഫ് കോഴ്സ് ജാനുവരി 31 മുതലാണ് ISLന്റെ ഫേസ് 4 റീസ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന്റെ ഒരു സന്തോഷത്തിലും ആവേശത്തിലുമാണ് നമ്മൾ എല്ലാവരും. ബ്ലാസ്റ്റേഴ്സ് ഒഡീഷ FCക്കെതിരെ എവേ മാച്ച്, ഒരു ബ്ലാസ്റ്റേഴ്സിന്റെ കംബാക്ക് മാച്ച് ഇൻ ദ ലാസ്റ്റ് ഷെഡ്യൂൾ അല്ലെങ്കിൽ ലാസ്റ്റ് ഫേസ് വിൽ ബി ഓൺ 2 ഫെബ്രുവരി ഇൻ ഭുവനേശ്വർ. സോ അതൊക്കെ വന്നു കഴിഞ്ഞു. സ്വാഭാവികമായും ഇത് ലോങ് ബ്രേക്ക് കഴിഞ്ഞിട്ടാണ്, ഒരു മാസം നീണ്ട ഇടവേള കഴിഞ്ഞിട്ടാണ് ISL വീണ്ടും മടങ്ങിയെത്തുന്നത്, ISL ആവേശം മടങ്ങിയെത്തുന്നത്. ഈ ഒരു മാസം നമ്മുടെ പ്ലേയേഴ്സ് പക്ഷേ വെറുതെ ഇരുന്നിട്ടില്ല. അവർ കലിംഗ സൂപ്പർ കപ്പും ഇന്ത്യയുടെ ഏഷ്യൻ കപ്പ് മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തതും ഇതേ പ്ലേയേഴ്സ് തന്നെയാണ്. ഇപ്പൊ ISL നമ്മൾ കാണുന്ന ഇതേ പ്ലേയേഴ്സ് ഒക്കെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ISL റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആഫ്റ്റർ 1 മന്ത് ബ്രേക്ക് എല്ലാ ടീമുകളുടെയും കൺസേൺ എന്ന് പറയുന്നത് ഇഞ്ചുറീസ് ആണ്. പ്ലേയേഴ്സിന്റെ പരിക്ക് ഭീഷണി നേരിടുകയാണ് പല ടീമുകളും. സോ ഈ ഒരു പശ്ചാത്തലത്തിലാണ്, ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ കേരള ബ്ലാസ്റ്റേഴ്സ് FCയുടെ ടീം ക്യാമ്പിൽ നിന്നും വളരെ അസ്വസ്ഥജനകമായ ഒരു ഇഞ്ചുറി അപ്ഡേറ്റ് ആണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. അറിയാതെയാണെങ്കിലും പറഞ്ഞു പോവുകയാണ്. ഹേ പ്രഭു, യേ ക്യാ ഹോ രഹാ ഹേ? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ സീസണിലെ പുതിയ സെൻസേഷൻ ക്വാമെ പെപ്രയെ കുറിച്ചാണ്. നമ്മള് പെപ്ര ആദ്യ മത്സരങ്ങളിലൊന്നും നമുക്ക് വേണ്ടി ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഗോളുകൾ അടിച്ചിരുന്നില്ല. പിന്നെ അങ്ങ് താളം കണ്ടെത്തി കഴിഞ്ഞതോടെ സൂപ്പർബായിട്ടുള്ള ഈ സീസണിലെ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ഗോൾസ് സ്കോർ ചെയ്ത് കഴിഞ്ഞ പ്ലെയറാണ് പ്രിയങ്കരനായ ഖാന താരം ക്വാമെ പെപ്ര, സ്ട്രൈക്കർ ഓഫ് കേരള ബ്ലാസ്റ്റേഴ്സ് FC. പക്ഷേ സൂപ്പർ കപ്പില് 2-ാമത്തെ മാച്ച്, കലിംഗ സൂപ്പർ കപ്പിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ച ഭുവനേശ്വറിൽ കളിച്ച സെക്കൻഡ് മാച്ച്, ജംഷഡ്പൂർ FCക്കെതിരായ സെക്കൻഡ് മാച്ചിൽ ജംഷഡ്പൂർ FCയുടെ ഗോൾ കീപ്പറുമായി കൂട്ടിയിടിച്ച് പെപ്രയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ടെൻഡൺ ഇഞ്ചുറിയാണ് പെപ്രയ്ക്ക് ടെൻഡൺ ഇഞ്ചുറി. അത് അതിന്റെ സാങ്കേതിക കാര്യങ്ങൾ, ഇഞ്ചുറി ഫുട്ബോൾ പ്ലേയേഴ്സിന്റെ ഇഞ്ചുറിയൊക്കെ വളരെ സാങ്കേതികമായി വിശകലനം ചെയ്യുന്ന ആളുകൾക്കൊക്കെ കൃത്യമായി മനസ്സിലാകും. കാലനക്കാൻ പറ്റില്ല, എന്തായാലും നടക്കാൻ പോലും പറ്റാത്ത ഇഞ്ചുറിയാണ്. അതുകൊണ്ട് തന്നെ ആ ഇഞ്ചുറി, ആ മത്സരത്തിന് ശേഷം പെപ്ര പിന്നീട് കളിക്കുകയോ പിന്നീട് പ്രാക്ടീസ് പോലും ചെയ്തിട്ടില്ല ഇതേവരെ, ടിൽ ഡേറ്റ്, ഇപ്പോൾ വരെ. സോ ഇറ്റ്സ് എ കൺസേൺ, അതൊരു വലിയ കൺസേൺ ആണ്. സോ വളരെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളുമായി ഇതേക്കുറിച്ച് ഡിസ്കസ് ചെയ്തപ്പോൾ സംസാരിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് അദ്ദേഹം MRIക്ക് വിധേയനായിട്ടുണ്ട്, MRI സ്കാന് വിധേയനായിട്ടുണ്ട് പെപ്ര. ആൻഡ് ഹീസ് വെയിറ്റിംഗ് ദ MRI റിസൾട്ട് വെയിറ്റ് ചെയ്യാണ്. MRI റിസൾട്ടിന് വരുന്നതിനനുസരിച്ചിരിക്കും പെപ്രയുടെ ഭാവി. അത് ഉറപ്പായി കഴിഞ്ഞു. കാരണം ഇനിയിപ്പോൾ അത് വളരെ സീരിയസ് ഇഞ്ചുറി ആണ്, അത് റപ്ചേർഡ് ആയിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാണ്. കാരണം സർജറിയിലേക്ക് പോകേണ്ടി വരും. സർജറി മാത്രമേ ഇതിനൊരു പോസിബിൾ റിക്കവറി ഉള്ളൂ എങ്കിൽ ഉറപ്പായിട്ടും നോട്ട് ലെസ് ദാൻ 3 months അദ്ദേഹത്തിന് റിക്കവറിയുമായി റെസ്റ്റുമായി കഴിയേണ്ടി വരും. ദാറ്റ് മീൻസ് അങ്ങനെയാണെങ്കിൽ പെപ്രയുടെ സീസൺ ഡൺ എന്ന് നമുക്ക് പറയേണ്ടി വരും. അതൊരു സങ്കടകരമായ അവസ്ഥയാണ്. ഇപ്പോൾ ഈ സീസൺ തുടങ്ങിയത് മുതൽ റൈറ്റ് ഫ്രം ജോഷുവ സൊത്തീരിയോ ടു അഡ്രിയാൻ ലൂണ, എത്ര താരങ്ങളാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങൾ പരിക്ക് മൂലം ടീമിന് നേരിടേണ്ടി വരുന്ന ഈ ത്രൂ ഔട്ട് ദ സീസൺ കേരള ബ്ലാസ്റ്റേഴ്സ് നേരിടുന്ന പ്രതിസന്ധികൾ ഇങ്ങനെ ഓരോന്നോരോന്നായി നമ്മൾ കാണുകയാണ്. ആ ലിസ്റ്റിലേക്ക് ഏറ്റവും ഒടുവിൽ ചേർത്ത് വെക്കുകയാണ് ക്വാമെ പെപ്രയുടെ. ബട്ട് നമ്മൾ വളരെ പ്രതീക്ഷയോടെയാണ്. നമ്മൾ പെപ്രയുടെ MRI സ്കാൻ പോസിറ്റീവ് ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാര്യമായി ആശങ്കപ്പെടുന്നത് പോലെ ആശങ്കാജനകമായ ഈ സിറ്റുവേഷൻ ഓവർകം ചെയ്യാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പെപ്രയ്ക്ക് ജസ്റ്റ് കുറച്ച് ദിവസത്തെ ഒരു റിക്കവറിക്ക് ശേഷം ഒരു 1-2 മാച്ച് സ്കിപ്പ് ചെയ്തതിനു ശേഷം മടങ്ങി വരാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പക്ഷേ എവറിത്തിങ് പ്യുവർലി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ MRI റിസൾട്ട്. അതാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഓൺ ക്വാമെ പെപ്ര. വളരെ സങ്കടകരമായ കാര്യമാണ്. പക്ഷേ തിരിച്ചു വരാൻ കഴിയട്ടെ. പോസിറ്റീവായി നമുക്ക് അതിനെ കാത്തിരിക്കാം. ടീമിന്റെ ഒപ്പം ഭാഗ്യം ടീമിനെ തുടങ്ങണം. ഓഫ് കോഴ്സ് ISL പോയിന്റ് പട്ടികയിൽ ഇപ്പോൾ നിലവിൽ 26 പോയിന്റുമായി 12 മത്സരങ്ങളിൽ നിന്നും 26 പോയിന്റുമായി 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന് തീർച്ചയായും MRI സ്കാൻ പെപ്രയ്ക്ക് പോസിറ്റീവായി വരട്ടെ, അല്ലെങ്കിൽ നല്ല കാര്യമായി വരട്ടെ, വലിയ കാര്യമായി പരിക്കില്ല എന്ന് പ്രാർത്ഥിക്കാം. പക്ഷെ ഇതാണ് സിറ്റുവേഷൻ, ഇതാണ് റിയൽ അപ്ഡേറ്റ് അബൌട്ട് ക്വാമെ പെപ്ര ഐ എം ഷെയറിംഗ് വിത്ത് യു. പെപ്രയുടെ ഈ ഇഞ്ചുറി അപ്ഡേറ്റ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതിനൊപ്പം സന്തോഷജനകമായ ഒരു കാത്തിരിപ്പ് കൂടി നമുക്ക് പൂർത്തിയാവുകയാണ് എന്നുള്ള വിവരം കൂടി ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ അറിയിക്കുകയാണ്.
നമ്മൾ എത്ര നാളായി കാത്തിരിക്കുകയാണ് ഈ ജനുവരി മാസത്തെ ISL തന്നെ ഏറ്റവും സൂപ്പർ സൈനിങ് ആയ ഫെദോർ ചിർണി, ലിത്വേനിയൻ ദേശീയ ടീമിന്റെ ക്യാപ്റ്റനായ ഫെദോർ ചിർണി ഇതാ വരികയാണ്. ഇന്നും കൂടെ എന്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിന് താഴെ ISL റീസ്റ്റാർട്ട് ചെയ്യുകയാണ്, ISL റിട്ടേൺസ് എന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ടിരുന്നു. അതിന്റെ താഴെ കൂടെ വളരെ സ്നേഹമുള്ള ആരാധകർ വന്ന് ചോദിച്ചിരുന്നു, എപ്പോഴാണ് പുതിയ പ്ലെയർ ഫെദോർ വരുന്നത്, ഫെദോർ വരുന്നില്ലേ, എന്താണ് അപ്ഡേറ്റ്? സോ അവരോടൊക്കെ ഞാൻ പറഞ്ഞിരുന്നു അടുത്ത യൂട്യൂബ് വീഡിയോയിൽ ഇതിന്റെ കാര്യങ്ങൾ വിശദമായി നിങ്ങളുമായി ഷെയർ ചെയ്യാം. സോ ടേക്ക് ദിസ്, ഇതാണ് അവർക്കുള്ള മറുപടി. ഫെദോർ ചിർണി എത്തുകയാണ് നാളെ ജനുവരി 26 2024 ജനുവരി 26. ദാറ്റ് മീൻസ് നാളെ എത്തുകയാണ്. ജനുവരി 26 ഫെദോർ ചിർണി കൊച്ചിയിൽ വിമാനമിറങ്ങും. ലിത്വേനിയയിൽ നിന്നും ഫെദോർ ചിർണി കേരള ബ്ലാസ്റ്റേഴ്സ് ജാനുവരിയിൽ സൈൻ ചെയ്തിരിക്കുന്ന പുതിയ വിങ്ങർ, അറ്റാക്കർ, സ്ട്രൈക്കർ, ലിത്വേനിയൻ ദേശീയ ടീമിന്റെ കറണ്ട് നിലവിലുള്ള നായകൻ കൂടിയായ അന്താരാഷ്ട്ര താരം ഫെദോർ ചിർണി ISLന്റെ ഭാഗമാകാൻ വേണ്ടി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാമ്പിൽ ചേരാൻ വേണ്ടി നാളെ ജനുവരി 26 എത്തുന്നു എന്നുള്ളതാണ് ടീം ക്യാമ്പിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മറ്റൊരു update regarding the arrival of much awaited striker ഫെദോർ ചിർണി. ഫെദോർ ചിർണി വരുമ്പോൾ അത് സ്വാഭാവികം, നമ്മൾ നേരത്തെ ഇപ്പോ പെപ്രയുടെ കാര്യം കുറച്ച് സങ്കടത്തോടു കൂടിയാണ് പറഞ്ഞതെങ്കിലും ഇത് ഫെദോർ ചിർണി വരുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും ലൂണയ്ക്ക് പകരമുള്ള നമ്മുടെ കാത്തിരിപ്പോട് കൂടിയിട്ടുള്ള സൈനിങ് ആണ്. ഒരുപാട് പ്രതീക്ഷകളുണ്ട്. ദേശീയ ടീമിന്റെ, യൂറോപ്യൻ ദേശീയ ടീമിന്റെ കറണ്ട് ക്യാപ്റ്റൻ ISLന്റെ ഭാഗമാകുന്നു. ബിഗ് മാൻ, ബിഗ് പ്ലെയർ, ബിഗ് സൈനിങ്. സോ അദ്ദേഹം വരുമ്പോൾ തീർച്ചയായും വളരെ കൈയടികളോടെ, സന്തോഷത്തോടെ, ആരവങ്ങളോടെ ഫെദോർ ചിർണിയെ വരവേൽക്കാം. ഒരൊറ്റ പോയിന്റിൽ മാത്രമേ നമുക്കൊരു കുഞ്ഞ്, അത് ആശങ്കയല്ല എങ്കിലും ഇറ്റ്സ് എ കൺസേൺ. ബിക്കോസ് സി വെദർ, കാലാവസ്ഥ എന്ന് പറയുന്നത് എനിക്കും നിങ്ങൾക്കും എല്ലാവരും, ഫെദോർ ചിർണിക്കും എല്ലാവർക്കും കൺസേൺ വരുന്ന, ആശങ്ക ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. -15 കേട്ടോ നിങ്ങൾ, -15, -15 തണുപ്പിൽ നിന്നാണ് 33 ഡിഗ്രി സെൽഷ്യസ്, 33 ഡിഗ്രി ചൂടിലേക്ക്, കൊച്ചിയിലെ ചൂടിലേക്ക് ഫെദോർ ചിർണി വന്ന് ലാൻഡ് ചെയ്യുന്നത്. അദ്ദേഹം അതിനെ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്, അദ്ദേഹത്തിന് അതൊക്കെ അനായാസം ഡീൽ ചെയ്യാൻ കഴിയട്ടെ. നേരത്തെ പെപ്രയുടെ കാര്യം പറഞ്ഞതുപോലെ നമുക്ക് പ്രാർത്ഥിക്കാം. പെപ്രയുടെ കാര്യത്തിൽ നമുക്ക് ഫിംഗേഴ്സ് ക്രോസ്ഡ് ആയിട്ടിരിക്കുന്നു. ഇവിടെ അതില്ല. എത്രയും പെട്ടെന്ന് കൊച്ചിയിലെ സാഹചര്യങ്ങളുമായി, ഇന്ത്യൻ സാഹചര്യങ്ങളുമായി, ഇന്ത്യയിലെ കാലാവസ്ഥയുമായി, ഇന്ത്യയിലെ മൈതാനങ്ങളുമായി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ താരം ഫെദോർ ചിർണിക്ക് പൊരുത്തപ്പെടാൻ കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, ആശിക്കാം. ബിക്കോസ് ഇനിയും 10 മത്സരങ്ങൾ ഈ ഫേസിൽ, ലാസ്റ്റ് ഫേസിൽ 10 മത്സരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിന് കളിക്കാനുണ്ട്. അതിൽ 6 എണ്ണം എവേ മാച്ചാണ്. നമുക്ക് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ലീഗിലെ 1ാം സ്ഥാനം തുടരേണ്ടതുണ്ട്. വി ഹാവ് ടു ക്വാളിഫൈ ഫോർ ദ പ്ലേ ഓഫ്സ്. വി ഹാവ് ടു വിൻ ദ ISL കിരീടം നമുക്ക് ജയിക്കണമെങ്കിൽ ഓഫ് കോഴ്സ് we need a player like ഫെദോർ ചിർണി. സോ ഈ അപ്ഡേറ്റ്സിന്റെ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുൻപ് 2 താരങ്ങളുടെ കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ വിടവാങ്ങുകയാണ് ഇന്നത്തേക്ക്. വിപിൻ മോഹനൻ പരിക്ക്, നമ്മുടെ മലയാളി മിഡ്ഫീൽഡർ, തൃശ്ശൂരുകാരൻ, മിടുക്കൻ കുട്ടൻ വിപിൻ മോഹനൻ പരിക്കേറ്റിരുന്നു ഒരു കപ്പിൾ ഓഫ് മാച്ചസ് ബിഫോർ. കഴിഞ്ഞ മത്സരങ്ങളിലൊന്നും വിപിൻ കളിച്ചിട്ടില്ല. സൂപ്പർ കപ്പിൽ വിപിൻ കളിച്ചിട്ടേ ഇല്ല, ട്രാവൽ ചെയ്തിട്ടേ ഇല്ല. വിപിന്റെ റിക്കവറി പീരീഡിലാണ്. വിപിന്റെ പരിക്ക് ഭേദമായി വരുന്നു, പരിക്ക് മാറി വരുന്നു, പക്ഷെ പൂർണ്ണമായി മാറിയിട്ടില്ല എന്നുള്ളതാണ് ടീം ക്യാമ്പിൽ നിന്നും എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാൻ കഴിയുന്ന അപ്ഡേറ്റ് റിഗാർഡിംഗ് ദ മിഡ്ഫീൽഡർ വിപിൻ മോഹനൻ. പക്ഷെ ഒരു 2-3 ആഴ്ചയും കൂടി എടുക്കും. ഈ ISL റീസ്റ്റാർട്ടിന് ശേഷം ഒരു 1-2 മത്സരങ്ങളിൽ വിപിന് കളിക്കാൻ കഴിയില്ല. പക്ഷെ ഓഫ് കോഴ്സ് പിന്നീടുള്ള 8 മത്സരങ്ങളിലെങ്കിലും വിപിന് ഈസി ആയിട്ട് കളിക്കാൻ കഴിയും എന്നുള്ളതാണ് പ്രതീക്ഷാ നിർഭരമായ, ആശാവഹമായ അപ്ഡേറ്റ്. പക്ഷെ അതിനേക്കാൾ ഉപരിയൊക്കെയുള്ള വളരെ പ്രതീക്ഷാ നിർഭരമായ അപ്ഡേറ്റ് ജീക്സൺ സിംഗിന്റെ അപ്ഡേറ്റ് ആണ്. ISLന്റെ സ്റ്റാർട്ടിങ്ങിൽ ഐ തിങ്ക് 2nd or 3rd മാച്ചിൽ പരിക്കേറ്റു. മുംബൈക്കെതിരായ മാച്ചിൽ മുംബൈയിൽ വെച്ച് പരിക്കേറ്റ ജീക്സൺ പിന്നീട് ഇതേവരെ കളിക്കളത്തിലുണ്ടായ ഷോൾഡർ ഡിസ്ലൊക്കേഷൻ, ഷോൾഡർ ഇഞ്ചുറി, ദെൻ സർജറി. ജീക്സൺ സിംഗ് കളിക്കളത്തിന് വെളിയിലാണ് എത്രയോ മാസങ്ങൾ, എനിക്കൊന്ന് 4 മാസത്തിലേറെയായി തോന്നുന്നു. അപ്പൊ ഈ ജനുവരി കൂടെ കഴിയുമ്പോൾ ജീക്സൺ സെറ്റാണ്, വെൽ സെറ്റാണ്. ജീക്സന്റെ ഇഞ്ചുറി ഭേദമായി കഴിഞ്ഞു. ജീക്സൺ കളിക്കളത്തിലേക്ക് മടങ്ങി വരാൻ തയ്യാറെടുത്ത് കഴിഞ്ഞു. ജീക്സൺ വരുന്നതോടെ മിഡ്ഫീൽഡിൽ വിപിന്റെ ഒരു അസാന്നിധ്യം ജീക്സന്റെ വരവോടുകൂടി നമുക്ക് പുനഃസ്ഥാപിക്കാൻ, നമുക്ക് അത് മേക്കപ്പ് ചെയ്യാൻ കഴിയും. ബിക്കോസ് ജീക്സൺ ഇസ് എൻ ഇന്ത്യൻ ഇന്റർനാഷണൽ പ്ലെയർ, എക്സ്പീരിയൻസ്ഡ് ദാൻ വിപിൻ മോഹനൻ. സോ അതുകൊണ്ട് ആ ഒരു പോയിന്റ് നമുക്ക് അത് ക്ലിയർലി സെറ്റിൽഡ് ആണ്. സോ ജീക്സൺ പരിക്ക് മാറി മടങ്ങി വരുന്നു റൈറ്റ് ഫ്രം ദ ഫസ്റ്റ് മാച്ച് അഗെയിൻസ്റ്റ് ഒഡീഷ FC എന്നുള്ള വളരെ പോസിറ്റീവായ, വളരെ സന്തോഷജനകമായ അപ്ഡേറ്റ് കൂടി
നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് ഇന്നത്തേക്ക് വിടവാങ്ങുന്നു. ISLന്റെ ഫിക്ചർ വന്നിട്ടുണ്ട്. നമുക്ക് 10 മാച്ച് കളിക്കാനുണ്ട്. അതിൽ 6 എവേ മാച്ചാണ്. നമുക്ക് ഓരോ മാച്ചും വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. വാട്ട് വി ആർ ഗോയിങ് ടു ഡു ഇൻ ദീസ് കമ്മിങ് 10 മാച്ചസ്. ആ വീഡിയോയുമായി നാളെ കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, വണക്കം.